കോഴിക്കോട് കൊടുവള്ളി മാനിപ്പുരം ചെറുപുഴയിൽ കാണാതായ 10 വയസ്സുകാരിക്കായി തെരച്ചിൽ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ ഇന്നലെ വൈകുന്നേരമാണ് തൻഹയും സഹോദരനും ഒഴുക്കിൽപ്പെട്ടു പോയത്. അവിടെ ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സമീർ, ഗുഡ് മോർണിംഗ്. സങ്കടകരമായ വാർത്തയാണ്. ആ കുട്ടിയെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നലെ വൈകിട്ട് 4:30 കൂടിയാണ് ഈ കുട്ടി അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം പൊന്നാനി സ്വദേശികളാണ് ഇവർ. ഇവിടെ ഒരു വിവാഹത്തിനെത്തിയതായിരുന്നു. മാതാവും 12 വയസ്സുള്ള മകനും 10 വയസ്സുള്ള മകളുമാണ് ഈ ചെറുപുഴയിൽ ഇറങ്ങിയത്. അതിൽ 2 കുട്ടികളാണ് ഒഴുക്കിൽപ്പെട്ടത്. 12 വയസ്സുകാരനെ നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞു. എന്നാൽ 10 വയസ്സുകാരായിട്ടുള്ള തെൻഹയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയും ഏറെ വൈകി നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയിരുന്നു. വെളിച്ചക്കുറവ് മൂലം പിന്നീട് തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. ഇപ്പോൾ രാവിലെ 6 മണിയോട് കൂടിയാണ് തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നത്. മീൻജാത, അതുപോലെ തന്നെ വെള്ളിമാട് കുന്ന്, മുക്കം ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സ്കൂബ ഡൈവിങ്ങിനുള്ള പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരും അവിടെ എത്തും. നാട്ടുകാരുടെയും അതുപോലെ തന്നെ പോലീസിന്റെയും കൂടെ സഹായത്തോടെ തിരച്ചിൽ ഊർജിതമാക്കും. ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ നാട്ടുകാരുടെ തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കണ്ടെത്തുക എന്നുള്ളതും ശ്രമകരമാണ്. ഏതായാലും നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നത്. 8:30 കൂടെ ഉദ്യോഗസ്ഥർ കൂടിയെത്തും. സ്കൂബ ഡൈവിംഗ് ടീമാണ് എത്തുക. അവരുടെ കൂടെ സഹായത്തോടെയായിരിക്കും തുടർന്നുള്ള തിരച്ചിൽ ഉണ്ടാവുക. എസ് കെ എൻ.